ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഓവർ തിങ്കിങ് എന്ന് വെച്ചാൽ ചില തോട്ട്സ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തോട്ട്സ് ഒരുപാട് കണ്ടിന്യൂ ആയിട്ട് ഞങ്ങളുടെ മൈൻഡിൽ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയ്ക്കാണ് പറയുന്നത് ഓവർ തിങ്കിങ്, ഇല്ലെങ്കിൽ ഓവർ തോട്ട്ഫുള്ളായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓവർ തിങ്കിങ് എന്തുകൊണ്ടാണ് ബാധിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ആദ്യമായിട്ട് ഒരുപാട് ദേഷ്യപ്പെടുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് ആങ്സൈറ്റി എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ആവുമ്പോൾ, പിന്നെ ഒരുപാട് കാലങ്ങളോളം ഡിപ്രഷനിൽ ഉള്ളത് കൊണ്ട്, പിന്നെ ചില നെഗറ്റീവ് തോട്ട്സ് കൊണ്ടും ഇത് ഓവർ തിങ്കിങ് ആയിട്ടാണ് ചെന്നെത്തിപ്പെടുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നല്ല നല്ല ശീലങ്ങൾ, അതായത് മെഡിറ്റേഷന് ചെയ്യേണ്ടതാണ്. പിന്നെ എക്സസൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മൈൻഡിന് ആവുന്ന ചില പ്രാക്ടീസസ് ഉൾപ്പെടുത്താവുന്നതാണ്. അതായത് സ്യൂഡോക്കു കളിക്കാം, ഇങ്ങനെ ഒരു ആർട്ടിക്കിൾസ് എഴുതുന്നതാവാം, ജേർണൽ എഴുതുന്നതാവാം, പിന്നെ ബുക്സ് പഠിക്കുന്നതാവാം, പിന്നെ നോവൽ ചിലവർ എഴുതുന്ന ശീലം ഉണ്ടെങ്കിൽ നോവല്, ഷോർട്ട് സ്റ്റോറീസ് ഇങ്ങനെയൊക്കെ എഴുതുന്നതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സ് അത് എഴുതുന്ന ഇതിലാക്കുമ്പോൾ തന്നെ നമുക്ക് പുതിയ പുതിയ തോട്ട്സ് വരുന്നതും, പിന്നെ വേണ്ടാത്ത തോട്ട്സൊക്കെ മൈൻഡിൽ നിന്ന് പോകുന്നത് സഹായിക്കുന്നതാണ് ഏറ്റവും. ഇതൊരു പ്രോസസ്സിലൂടെ ഇത് സഹായിക്കും. അപ്പം എപ്പോഴും നമുക്ക് മെഡിറ്റേഷനിലൂടെ നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നല്ല ഹെൽത്തി തോട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ബോഡി, സോളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വയ്ക്കാൻ ഈ ഒരു രീതി സഹായിക്കും. അപ്പോൾ ഓവർ തിങ്കിങ് ഒരുപാടൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആങ്സൈറ്റി, ഡിപ്രഷനുള്ള ഒരു എപ്പോഴും മെഡിറ്റേഷന് ശീലിക്കണം, എക്സസൈസ് ശീലിക്കുക, പിന്നെ വൊക്കാബുലറി നമുക്ക് വളർത്തിയെടുക്കാം. പിന്നെ ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ട് ലൈഫിൽ ഞങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യേണ്ടതും, പിന്നെ അതിനെ ഗോളിനെ കുറിച്ച് ആലോചിച്ച് നമുക്ക് അതിൻ്റെ മേലെ പ്രവർത്തിക്കേണ്ടതാണ്. അതായത് വർക്കൗട്ട് ചെയ്യുക, ഗോൾസിൻ്റെ മേലെ വർക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ പേഴ്സണാലിറ്റി എല്ലാം നന്നായി ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് ഓവർ തിങ്കിങ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഓവർ തിങ്കിങ് ബാധിച്ചാൽ തന്നെ സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് ഇതിന് എന്തൊക്കെയാണ് എക്സസൈസ് ഉൾപ്പെടുത്തേണ്ടതെന്ന് വിശദീകരിച്ചിട്ട്, പിന്നെ അതെല്ലാം സ്റ്റെപ്സ് ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഓവർ തിങ്കിങ് എന്ന പ്രശ്നത്തിലൂടെ മറികടക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ ആർട്ടിക്കിൾസ്, എങ്ങനത്തെ ടോപ്പിക്സ് ആണ് വേണ്ടത്, ഹെയർ കെയർ വീഡിയോസ്, ഇല്ലെങ്കിൽ സ്കിൻ കെയർ വീഡിയോസ്, ഫാഷനെ പറ്റി, മേക്കപ്പിനെ പറ്റി, എന്തിനെ പറ്റി വീഡിയോസ് വേണ്ടതെന്നത് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ഒരു ബെൽ ഐക്കോൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ
എല്ലാവർക്കും ബൈ.